4% കൂടി ഡി എ കൊടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു 28% മറ്റും ആവും തോന്നുന്നു. മൊത്തത്തിൽ 28% ഡി ആവും. എന്നാൽ യഥാർത്ഥത്തിൽ ഇനിയും ഒരു 8 കൊടുക്കാനുള്ളതിൽ 2 കൊടുത്തു. ഇനി 6 ഉണ്ട്. 6 4 20, ഇനിയും 10-24% ഉണ്ട്. കാരണം അടുത്ത ഒരു ശമ്പള പരിഷ്കരണം കഴിഞ്ഞ് അടുത്ത ശമ്പള പരിഷ്കരണത്തിലേക്ക് എത്തുമ്പോൾ ഡി എ ഇങ്ങനെ കൂടി 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 ഏകദേശം ഒരു 50% അടുത്ത് എത്തും. പിന്നെ അത് കഴിയുമ്പോൾ ശമ്പള പരിഷ്കരണം വന്ന് അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും ഒരു 6 ഡി എ കൂടി ഇനി കൊടുക്കാനുണ്ട്. ഡി എയുടെ ഉത്തരവ് ഇന്ന് ഇറങ്ങി എന്നാണ് അറിയുന്നത്. 4% ഡി എയുടെ ഉത്തരവ് ഇറങ്ങി. പക്ഷേ അപ്പോഴും ഉദ്യോഗസ്ഥർ നിരാശരാവാൻ കാരണം ശമ്പള പരിഷ്കരണം എന്ന് ആരോട് ചോദിക്കാൻ സഹാക്കളെല്ലാം എന്ത് ചെയ്തു എന്നറിഞ്ഞ് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇടതുപക്ഷ സംഘടനകളൊക്കെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ആരോടത് പരാതി പറയുക എന്നറിയില്ല. കാരണം ശമ്പള പരിഷ്കരണം ഉണ്ടോ ഇല്ലയോ, അത് കമ്മിറ്റിയാണോ സമിതിയാണോ പരിഷ്കരണ കമ്മീഷനാണോ എന്താണെന്ന് ഒരു ധാരണയും ഇന്നത്തെ ഉത്തരവിലില്ല. അത് ചിലപ്പോൾ ഡി എക്ക് മാത്രമുള്ള ഉത്തരവായതുകൊണ്ടായിരിക്കും അതിനകത്ത് വരാത്തത്. ഇനി നാളെ എന്തെങ്കിലും പ്രഖ്യാപനം അതിദാരിദ്ര്യരെ പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശമ്പള പരിഷ്കരണം എന്തായാലും നവംബർ ആദ്യം പ്രഖ്യാപിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് വരും. പിന്നെ ഡിസംബർ കഴിഞ്ഞേ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. ഡിസംബർ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ ആരവമാകും. അപ്പോൾ ശമ്പള പരിഷ്കരണം ഇല്ലയോ, അത് കമ്മിറ്റി മാത്രമായി വരുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ കിട്ടിയവർക്കും വലിയ പരാതിയാണ്. അങ്കണവാടികൾക്ക് 1000 രൂപയെ കൂട്ടിക്കൊടുത്തുള്ളൂ, അത് നാമമാത്രമാണെന്നുള്ളൊരു പരാതി അവർക്കുണ്ട്. ആശാ വർക്കേഴ്സിന് 21,000 ചോദിച്ചിടത്ത് 1000 രൂപ മാത്രമേ കൂടുതൽ കൂട്ടിക്കൊടുത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സമരം മറ്റ് രൂപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സമരത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റി വേറെ രൂപത്തിൽ പോകുന്ന ആശാ വർക്കേഴ്സ് പ്രീ പ്രൈമറിക്കാർക്ക് 1000 രൂപയെ കൂട്ടിക്കൊടുത്തുള്ളൂ. അവർക്ക് വലിയ തുക കൊടുക്കുന്നതിനുള്ള 21,000 25,000 കൊടുക്കുന്നതിനുള്ള കോടതി ഉത്തരവുണ്ട്. അവർ 2 വർഷം ഇത് കഴിഞ്ഞവരാണ്. നമ്മുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞവരാണ്. അത് മറ്റുള്ളവരെ പോലെ അല്ല അവർ. അതുകൊണ്ട് അവർക്ക് വർദ്ധിച്ച ശമ്പളം കൊടുക്കണമെന്ന് സർക്കാരിൻ്റെ കോടതി ഉത്തരവുണ്ട്. ഞങ്ങൾക്കും കുറച്ച് 1000 രൂപയെ കിട്ടുകയുള്ളൂ, പിച്ചക്കാശ് പോലെ ആയിപ്പോയെന്ന് പറഞ്ഞാൽ അവരുടെ പരാതി. ഇത് കൊടുത്തപ്പോൾ കൊടുത്തില്ല എന്നുള്ള പരാതിയായിരുന്നു, നേരത്തെ കൊടുത്തില്ല എന്നുള്ള പരാതിയായിരുന്നു. ഇപ്പോൾ കൊടുത്തപ്പോൾ കിട്ടിയവർക്കെല്ലാം ഇത് പോരാ എന്നുള്ള പരാതിയുമായി നിൽക്കുന്നു. മറ്റൊരു പരാതി ആളുകൾക്കുള്ളത് ഇത് എപ്പോൾ കിട്ടും എന്നുള്ളത്. ഇപ്പോൾ 1600 രൂപയുടെ ക്ഷേമ പെൻഷനൊക്കെ വലിയ ബുദ്ധിമുട്ടിയിട്ടാണ് കൊടുത്തത്, ഒരുപാട് കുടിശ്ശികയായിരുന്നു. അപ്പോൾ ഇപ്പോൾ 80 ലക്ഷം കോടി രൂപയുടെ ബാധ്യത വരുമെന്നാണ് പറയുന്നത്. ഇത്രയും ബാധ്യത വരുന്ന കടം വരുന്ന ബാധ്യത വരുന്ന ഒരു പരിപാടി സർക്കാർ പ്രഖ്യാപിച്ചിട്ട് എന്ന് കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും വലിയ ആക്ഷേപമുണ്ട്. എന്തായാലും ഡി എ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. പക്ഷേ ശമ്പള പരിഷ്കരണം ബില്ല് അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അതറിയില്ല എന്നാണ് ഇനി സർക്കാർ പ്രഖ്യാപിക്കുന്നറിയില്ല. ആദ്യം അറിയേണ്ടത് പ്രഖ്യാപിക്കുമോ, രണ്ടാമത് എന്ന് പ്രഖ്യാപിക്കും. പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് പ്രഖ്യാപിക്കുന്നത്? കമ്മീഷനാണോ പ്രഖ്യാപിക്കുന്നത്, സമിതിയാണോ, അത് ഒരു കമ്മിറ്റിയാണോ, ഏകാംഗമായിട്ട് ഒരു വ്യക്തിയാണോ ചുമതലപ്പെടുത്തുന്നത്? ധനകാര്യ വകുപ്പിലെ സെക്രട്ടറിയോ അല്ലെങ്കിൽ 6 റാങ്കിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണോ ചുമതലപ്പെടുത്തുന്നത്? ആരെയാണ് ഇത് ചുമതലപ്പെടുത്തുക ശമ്പള പരിഷ്കരണത്തിനെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. പങ്കാളിത്ത പെൻഷൻ്റെ കാര്യം അത് വേറൊരു വഴിക്ക് നിൽക്കുന്നു. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർ അൺഹാപ്പിയാണ്. 5.5 ലക്ഷം ഭയങ്കര സങ്കടത്തിലാണ്. അവരെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക നമുക്കറിയില്ല. സർക്കാർ ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മീഷൻ കൊണ്ടുവരുമായിരിക്കും.